Good morning, children. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടത് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് സെൻസ് ഓർഗൻ ഓഫ് അവർ ബോഡി ഐയെ കുറിച്ചാണ് അല്ലേ. ഐയുടെ സ്ട്രക്ചർ കണ്ടു, ഐയുടെ പ്രത്യേകതകളൊക്കെ കണ്ടു, ഐയെ ബാധിക്കുന്ന ഡിസോർഡേഴ്സ് ഡിഫക്ട്സ് ഒക്കെ കണ്ടു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇയറിനെ കുറിച്ചാണ്. അനദർ ഇമ്പോർട്ടൻറ്റ് സെൻസ് ഓർഗൻ ഓഫ് അവർ ബോഡി ദ ഇയേഴ്സ്. ഇയേഴ്സിൽ കാണുന്ന റിസപ്റ്റേഴ്സ് ഏതാണ്? നമ്മൾ ഫസ്റ്റിൽ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ? ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. ഇയറിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? രണ്ട് ഫങ്ഷൻസ് ആണുള്ളത് ഇയറിന്. ഏതൊക്കെയാണ്? ഹിയറിംഗ് ആൻഡ് ബോഡി ബാലൻസിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇയറിന്റെ സ്ട്രക്ചർ ആണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. ഇയറിൽ കാണുന്ന റിസപ്റ്റേഴ്സ്, ഓഡിറ്ററി റിസപ്റ്റേഴ്സ്, ഫംഗ്ഷൻ, ഹിയറിംഗ് ആൻഡ് ബോഡി ബാലൻസിങ്. Auditory receptors are present in the ear. The ear not only helps us in hearing but also in maintaining the balance of the body. The main parts of the ear. ഇയറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മൂന്നായിട്ട് തിരിക്കാം. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്റേണൽ ഇയർ. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്റേണൽ ഇയർ. ഇതാണ് ഇയറിന്റെ സ്ട്രക്ചർ. ഇത് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. നമ്മുടെ പുറമേ കാണുന്ന, നമുക്ക് കാണാൻ സാധിക്കുന്ന പാർട്ടാണ് എക്സ്റ്റേണൽ ഇയർ. ബാക്കി ഉള്ളിലാണ് മിഡിൽ ഇയറും ഇന്റേണൽ ഇയറും. അപ്പോൾ ഇയറിന്റെ മൂന്ന് ഭാഗങ്ങൾ എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്റേണൽ ഇയർ. ഇനി എക്സ്റ്റേണൽ ഇയർ, ഇത് കണ്ടോ? എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചെവിക്കൂട, എന്താണ് അതിന്റെ ഫങ്ഷൻ? സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്യുന്നു അല്ലെ. സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്ത് അത് ഒരു ഇയർ കനാൽ അല്ലെ ഓഡിറ്ററി കനാൽ എന്ന് പറയും. കണ്ടോ? എക്സ്റ്റേണൽ ഇയർ ഓഡിറ്ററി കനാലിലേക്ക് പാസ് ചെയ്യുന്നു സൗണ്ട് വേവ്സിനെ. ഇതാണ് ഈ എക്സ്റ്റേണൽ ഇയർ കനാൽ ആൻഡ് ടിംബാനം. യെസ്, ഇതാണ് ടിംബാനം ഓർ ഇയർ ഡ്രം എന്ന് പറയും. അപ്പൊ ഈ മൂന്ന് പാർട്ട് ചേരുന്നതാണ് എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത്. ഇയർ പിന്ന ഉണ്ടോ, ചെവിക്കൂട എന്ന് പറയും അല്ലെ. ഈ എക്സ്റ്റേണൽ ഇയർ പിന്ന ഓഡിറ്ററി കനാലിന്റെ ഈ പോർഷൻ. ഈ ഓഡിറ്ററി കനാലിൽ മ്യൂക്കസ് ഉണ്ടാകും, സ്മോൾ ഹെയർസ് ഒക്കെ ഉണ്ടാകും. എന്തിനാണ്? പുറമെ എയറിലുള്ള ഡസ്റ്റും മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ തടയാനും ജേംസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനുമാണ് മ്യൂക്കസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്മോൾ ഹെയർസ് ഉണ്ട്, സീലിയ എന്ന് പറയും, സീലിയറി സെൽസ്, അതിന്റെ ഹെയർസ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതാണ് ഇയർ ഡ്രം, ചെവിക്കല്ലെന്നാണ് പറയുന്നത്. മലയാളത്തിൽ ചെവിക്കല്ലെന്ന് പറയും, ഇയർ ഡ്രം. അപ്പൊ സൗണ്ട് വേവ്സ് കളക്ട് ചെയ്ത് ഓഡിറ്ററി കനാലിലൂടെ വന്ന് ഇയർ ഡ്രമ്മിൽ വന്ന് തട്ടുമ്പോൾ ഈ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ വൈബ്രേഷൻ മൂലമാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്ക് ഇതാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഈ ചിത്രത്തിലുണ്ട്. ഇയർ പിന്ന, ഇയർ ഡ്രം, ഇയർ കനാൽ, ഇയർ ഡ്രം. ഈ മൂന്ന് പാർട്ടാണ് എക്സ്റ്റേണൽ ഇയറിലുള്ളത്. സിമ്പിൾ അല്ലേ? നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്ന, ഇയർ പിന്ന, ടേംസ് ഒക്കെ അതങ്ങ് പഠിച്ചു വെച്ചേക്കണം. എക്സ്റ്റേണൽ ഇയർ എന്ന് എഴുതുക. അതിന്റെ പാർട്സ് ഇയർ പിന്ന, ഇയർ കനാൽ അല്ലെങ്കിൽ ഓഡിറ്ററി കനാൽ, ഇയർ ഡ്രം. ഓക്കെ, ഇയർ കനാലിൽ എന്തൊക്കെയാ ഉള്ളത്? ഇറ്റ് ഈസ് എൻ ഓപ്പണിംഗ് ഇൻ ടു അവർ ബോഡി അല്ലേ. അപ്പോൾ അവിടെ അതിലൂടെ ജേംസോ ഡസ്റ്റോ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അവിടെ എന്തൊക്കെയാണ് സ്ട്രക്ചേഴ്സ് ഉള്ളത്? സീലിയ അല്ലെ, സ്മോൾ ഹെയർസ് ഉണ്ട്, അതുപോലെ തന്നെ മ്യൂക്കസ് ഉണ്ട്. Okay, the main parts of the ear. Ear pinna carries, and function endana? Pinnade function endana? Carry sound waves to the auditory canal. Ni auditory canal endha cheyyunnathu? Carry sound waves to the tympanum. Pinne endakkeya prathekadala? Small hairs and wax. Ear wax ennu nammal parayum alle. Ear wax. Mucus alla, sorry, wax. Wax present inside the canal help to prevent dust and foreign particles from entering the ear. Tympanum എന്താണ്? ഇയർ കനാലിന്റെ എൻഡിൽ എ തിൻ സർക്കുലർ മെംബ്രെയിൻ ദാറ്റ് സെപ്പറേറ്റ്സ് ദ മിഡിൽ ഇയർ ഫ്രം ദ എക്സ്റ്റേണൽ ഇയർ. ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ റെസണൻസ് വിത്ത് ദ സൗണ്ടേഴ്സ്. അപ്പോൾ എക്സ്റ്റേണൽ ഇയർ ക്ലിയർ ആണല്ലോ.
അടുത്തത് മിഡിൽ ഇയർ. നോക്കിക്കേ, മിഡിൽ ഇയർ എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ പോർഷനാണ്, അതാണ് ഇവിടെ എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇതൊരു ക്യാവിറ്റിയാണ്. ഈ ബ്ലൂ കളറിൽ കാണുന്ന ഒരു ക്യാവിറ്റിയാണ്, ഒരു സ്പേസ് ആണ്, എയർ ഫിൽഡ് സ്പേസ് ആണ്. ഈ ക്യാവിറ്റി നമ്മുടെ ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്യും. അതിന് പറയുന്ന പേരാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും. യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഇറ്റ് കണക്ട്സ് ദ മിഡിൽ ഇയർ ടു ദ ഫാരിങ്സ്. ഫാരിങ്സിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ദ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. നമ്മുടെ നോസിൽ നിന്നുള്ള ഓപ്പണിങ്ങും വായിൽ നിന്നുള്ള മൗത്തിൽ നിന്നുള്ള ഓപ്പണിംഗ്, അതായത് ഫുഡും എയറും പാസ് ചെയ്യുന്ന ഒരു കോമൺ പാസേജ് ആണ് ഫാരിങ്സ്. ആ പാർട്ടിലേക്ക് നമ്മുടെ മിഡിൽ ഇയറിനെ കണക്ട് ചെയ്യുന്ന ആ പാസേജിന് പറയുന്ന പേരാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഇനി ഇത് കൂടാതെ ഇവിടെ 3 സ്മോൾ ബോൺസ് ഉണ്ട്. ഇതിന് പറയുന്ന പേരാണ് ഇയർ ഓസിക്കിൾസ്. അപ്പൊ മിഡിൽ ഇയർ എന്ന് പറയുന്നത് ഈ 2 സ്ട്രക്ചേഴ്സ് ആണ്, യൂസ്റ്റേഷ്യൻ ട്യൂബും ഇയർ ഓസിക്കിൾസും. ഈ ഇയർ ഓസിക്കിൾസ് എന്ന് വെച്ചാൽ 3 സ്മോൾ ബോൺസ് ആണ്. ഇതൊരു ഹാമർ ഷേപ്ഡ് ആണ്, ഒരു ചുറ്റിക പോലെയല്ല. എന്ന് പറയുന്ന പേരാണ് മാലിയസ്. മാലിയസ്. രണ്ടാമത്തെ ബോണിന് പറയുന്ന പേരാണ് ഇൻകസ്. ഇൻകസ്. മൂന്നാമത്തേത് സ്റ്റേപ്പിസ്. ഉണ്ടോ? ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി. നമ്മൾ ശരിക്കും നമ്മുടെ ചെവിയിലുള്ള ഇയർ ഓസിക്കിൾസ് ആണിത്. ഉണ്ടോ? ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ അറ്റത്ത് വെക്കാനേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് മിഡിൽ ഇയറിലെ പാർട്സ് എന്ന് പറയുന്നത്? എന്താണ്? ഇയർ ഓസിക്കിൾസ് ആൻഡ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഇയർ ഓസിക്കിൾസ് എന്ന് വെച്ചാൽ 3 സ്മോൾ ബോൺസ്. ഏതൊക്കെയാ? മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. അപ്പൊ ഈ ബോൺസിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ആംപ്ലിഫൈ ആൻഡ് ട്രാൻസ്മിറ്റ് സൗണ്ട് വേവ്സ്. ആംപ്ലിഫൈ ചെയ്യുന്ന, ആംപ്ലിഫയർ അറിയില്ലേ? മൈക്കിന്റെ ഒക്കെ ആംപ്ലിഫയർ ഉണ്ട്. നമ്മുടെ സൗണ്ട് വേവ്സ്, സൗണ്ട് കൂടുതൽ ഉച്ചത്തിൽ കേൾപ്പിക്കുന്നതാണ് ആംപ്ലിഫയർ. ദ ആംപ്ലിഫൈ ആൻഡ് ട്രാൻസ്മിറ്റ് ദ സൗണ്ട് വേവ്സ്. എവിടേക്കാണ്? എക്സ്റ്റേണൽ ഇയർ നിന്ന് മിഡിൽ ഇയറിൽ നിന്ന് ഇന്റേണൽ ഇയർ. ഇന്റേണൽ ഇയർ ആണ് ശരിക്കും നമ്മുടെ ഇയറിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഹിയറിങ്ങിനും ബോഡി ബാലൻസിങ്ങിനും സഹായിക്കുന്നത് ഇന്റേണൽ ഇയർ ആണ്. അവിടേക്ക് ഈ സൗണ്ട് വേവ്സിനെ എത്തിക്കുക, ട്രാൻസ്മിറ്റ് ചെയ്യുക, ആംപ്ലിഫൈ ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക. 2 ഫംഗ്ഷനാണ് ഈ ഇയർ ഓസിക്കിൾസിനുള്ളത്. ഇനി യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് കണക്ട്സ് ദ മിഡിൽ ഇയർ ടു ദ ഫാരിങ്സ്. എന്തിനാണ്? നമ്മുടെ ഈ ടിംപാനം, മിഡിൽ ഇയറിനെയും എക്സ്റ്റേണൽ ഇയറിനെയും കൂടെ വേർതിരിക്കുന്നത് ടിംപാനം അല്ലെ ഇയർ ഡ്രം ആണ്. അപ്പൊ ഇയർ ഡ്രമ്മിന്റെ ഒരു പോർഷൻ എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ, ഔട്ട്സൈഡ്, ബോഡിയുടെ ഔട്ട്സൈഡുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. മറു സൈഡാണോ? ബോഡിയുടെ ഇന്നർ പാർട്ടുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ 2 സൈഡിലുള്ള എയറിനെ ബാലൻസ് ചെയ്ത് നിർത്തുക, ഇല്ലെങ്കിൽ ഇയർ ഡ്രം പൊട്ടിപ്പോകും അല്ലെ. ഇത് രണ്ടും ഒരേ ബാലൻസിങ് വന്നില്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യത. അപ്പൊ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഈ യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ ഫംഗ്ഷൻ. ഓക്കെ, എക്സ്റ്റേണൽ ഇയർ ആയി, മിഡിൽ ഇയർ ആയി. നെക്സ്റ്റ് ഈസ് ഇന്റേണൽ ഇയർ. അപ്പൊ ഇന്റേണൽ ഇയർ, ദിസ് ഈസ് ദ ഇന്റേണൽ ഇയർ. കണ്ടോ? അപ്പൊ ഇവിടെ 3 സെമി സർക്കുലർ കനാൽസ് ഉണ്ട്, 3 സെമി സർക്കുലർ കനാൽസ്. അപ്പൊ ഇന്റേണൽ ഇയറിന്റെ പാർട്ട് എന്ന് പറയുമ്പോൾ കണ്ടോ, 1, 2, 3 സെമി സർക്കുലർ കനാൽസ്. അടുത്താണ് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ക്യാവിറ്റിയാണ്. ഇതിന് പറയുന്ന പേരാണ് വെസ്റ്റിബ്യൂൾ. അപ്പൊ അതുകൊണ്ട് ഈ സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂളിലൂടെ ചേർന്നിട്ട് ഇതിനെ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയും. ഈ പാർട്ടാണ് നമ്മുടെ ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്നത്. അപ്പം ഇയറിന്റെ 2 ഫംഗ്ഷൻ ആണ്, ബാലൻസിങ് ആൻഡ് ഹിയറിംഗ്. നമ്മുടെ ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്ന പാർട്ടാണ് സെമി സർക്കുലർ കനാൽസ് ആൻഡ് വെസ്റ്റിബ്യൂൾ. ഈ വെസ്റ്റിബ്യൂളിൽ വീണ്ടും അകത്ത് 2 ചെറിയ അറകളുണ്ട്. യൂട്രിക്കിൾ, സാക്യൂൾ എന്ന് പറയുന്ന 2 ചെറിയ അറകൾ ചേർന്നുള്ള പാർട്ടാണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയും. സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂളിലൂടെ ചേർന്നിട്ട് അതിനെ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയും. ഈ വെസ്റ്റിബ്യൂളിൽ നിന്നാണ് വെസ്റ്റിബുലാർ നെർവ്സ് അറൈസ് ചെയ്യും. എവിടേക്കാണ്? നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യുന്നത് ബ്രെയിനിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബ്രെയിനിന്റെ ഏത് പാർട്ടാണ് മെയിൻറ്റെയിൻ ബാലൻസ് ഓഫ് ദ ബോഡി? സെറിബെല്ലം. അപ്പൊ വെസ്റ്റിബുലാർ നെർവ് എവിടേക്കാണ് പോകുന്നത്? സെറിബെല്ലത്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇനി ഈ കണ്ടോ, സ്നെയിലിന്റെ ഷെല്ല് പോലെ ഒരു കോയിൽഡ് പാർട്ട് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് കോക്ലിയ. അപ്പൊ ഇന്റേണൽ ഇയർ എന്ന് പറയുമ്പോൾ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ആൻഡ് കോക്ലിയ എന്ന് പറയും അല്ലെ. കുറച്ചുകൂടെ ഡിഫൈൻ ചെയ്ത് പറഞ്ഞാൽ സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾ, വെസ്റ്റിബുലാർ നെർവ്, കോക്ലിയ. കോക്ലിയയിൽ നിന്ന് അറൈസ് ചെയ്യുന്നതാണ് ഓഡിറ്ററി നെർവ്.
Cochlea is the part where that enables hearing. Hearingനെ സഹായിക്കുന്ന പാർട്ടാണ് കോക്ലിയ. കോക്ലിയയിൽ നിന്ന് റൈസ് ചെയ്യുന്ന നെർവാണ് ഓഡിറ്ററി നെർവ്. ഇനി ഈ കോക്ലിയ നമ്മളൊന്ന് അൺകോയിൽ ചെയ്ത് നോക്കിയാൽ, ഈ സ്നെയില് പോലെ ചുരുണ്ടിരിക്കുന്ന പാർട്ട് ഒന്ന് അൺകോയിൽ ചെയ്ത് നോക്കിയാൽ, നോക്കിക്കേ, ഇത് കണ്ടോ, അത് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഈ സ്മോൾ ബോൺസ്, 3 ബോൺസ്, ഈ സ്റ്റേപ്പിസ് വന്ന് കണക്ട് ചെയ്യുന്ന ആ ഓപ്പണിംഗ്, ഇവിടെ ഒരു മെമ്മറൈൻ ഉണ്ട്. ഈ മെമ്മറൈൻ, ഈ സ്റ്റേപ്പിസ് കണക്ട് ചെയ്യുന്നു, ഈ സൗണ്ട് വേവ്സ് ഇവിടെ വന്ന് ഈ മെമ്മറൈനിൽ തട്ടി വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ വൈബ്രേഷൻസ് കോക്ലിയയ്ക്കുള്ളിലൂടെ പാസ് ചെയ്യുന്നു. അപ്പൊ ഈ ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് ഓവൽ വിൻഡോ. ഈ ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് ഓവൽ വിൻഡോ. അതിന് താഴെ വേറൊരു വിൻഡോയുടെ കാണും, ഇതിന് പറയുന്ന പേരാണ് റൗണ്ട് വിൻഡോ. അപ്പൊ ഈ കോക്ലിയയുടെ 2 ഓപ്പണിംഗ്, സ്റ്റേപ്പിസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന, ഇന്റേണൽ ഇയറുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് ഓവൽ വിൻഡോ. അതിന് തൊട്ട് താഴെ കാണുന്ന ഒരു റൗണ്ട് ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് റൗണ്ട് വിൻഡോ. ഇത് രണ്ടും മെംബ്രെയിൻ ബൗണ്ട് ആണ്, മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇത് രണ്ടും വൈബ്രേഷന് സൗണ്ട് വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ, അത് വൈബ്രേറ്റ് ചെയ്യാനാണ് ഇത് സഹായിക്കുന്നത്. ഓക്കെ, oval window membrane seen attached to the stapes spreads the vibration of ear ossicles to the inner ear. Round window helps in the movement of fluid inside the cochlea. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്റേണൽ ഇയറിനുള്ളിൽ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പൊ ഇന്റേണൽ ഇയർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്കള്ളിന്റെ ഒരു ക്യാവിറ്റിയാണ്. നമ്മൾ ഐ കണ്ടു, ഐയില് സ്കള്ളിന്റെ ആന്റീരിയർ പോർഷനിൽ കൊള്ളുന്ന 2 ഡിപ്രഷൻസ് ആണ്, അതിലാണ് ഐ ലൊക്കേറ്റ്. ഇതുപോലെ തന്നെ സ്കള്ളിനുള്ളിൽ ഒരു ക്യാവിറ്റി ഉണ്ട്, 2 സൈഡിലും ഒരു ക്യാവിറ്റീസ് ഉണ്ട്. ഈ ക്യാവിറ്റിക്കുള്ളിലാണ്, ഈ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് ബോണി ലേബ്രിന്ത് എന്ന് പറയും, ബോണി ലേബ്രിന്ത്. ആ ബോണി ലേബ്രിന്തിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് അത് നിറഞ്ഞിരിക്കും. ഇപ്പോൾ ഒരു ചിരട്ട എടുത്താൽ അതൊരു ബോണി ലേബ്രിന്ത് ആണെങ്കിൽ അതിനുള്ളിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് പെരിലിംഫ് എന്ന് പറയും, പെരിലിംഫ്. ഇനി അതിനുള്ളിൽ ഒരു മെമ്മറൈൻ, ഒരു തുവാല ഇട്ട് കഴിഞ്ഞാൽ, ഒരു തുണി വിരിച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് മെംബ്രേനിയസ് ലേബ്രിന്ത്. ഇനി ഈ മെംബ്രെയിൻ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് എൻഡോലിംഫ്. എൻഡോലിംഫ്. ഈ ഫ്ലൂയിഡിനുള്ളിലാണ്, ഈ എൻഡോലിംഫിനുള്ളിലാണ് ഇന്റേണൽ ഇയർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രൊട്ടക്ഷൻ ഉണ്ട്. ബോണി ലേബ്രിന്ത്, സ്കള്ളിനുള്ളിൽ കാണുന്ന ഡിപ്രഷൻ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് ബോണി ലേബ്രിന്ത്. അതിനുള്ളിൽ പെരിലിംഫ് ഉണ്ട്, അതിനുള്ളിൽ ഒരു മെമ്മറേനിയസ് ലേബ്രിന്ത് ഉണ്ട്, അതിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് എൻഡോലിംഫ്. അതിനുള്ളിലാണ് ഈ ഇന്റേണൽ ഇയർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്രയും പ്രൊട്ടക്ഷൻ ആണ് ഇന്റേണൽ ഇയറിനുള്ളത്. അപ്പൊ ഇനി ഈ കോക്ലിയ നോക്കിക്കേ, ഈ കോക്ലിയയിലേക്ക് വരുമ്പം ഈ 3 ചേമ്പേഴ്സ് അൺകോയിൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 3 ചേമ്പേഴ്സ് ആയിട്ട് കാണാം. ഇത് കണ്ടോ, അപ്പർ ചേമ്പർ, പിന്നെ അതിന്റെ താഴെ ഒരു മിഡിൽ ചേമ്പർ, ഇടയ്ക്ക് ഒരു മിഡിൽ ചേമ്പർ, അതിന് താഴെ ഒരു ലോവർ ചേമ്പർ. അപ്പോൾ കോക്ലിയ അൺകോയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു 3 ചേമ്പേഴ്സ് കാണാൻ പറ്റും. അപ്പർ ചേമ്പർ, മിഡിൽ ചേമ്പർ ആൻഡ് ലോവർ ചേമ്പർ. ഇനി ഈ മിഡിൽ ചേമ്പറിനും ലോവർ ചേമ്പറിനും, ഇപ്പൊ ഇതാണ് മിഡിൽ ചേമ്പർ, നിങ്ങൾക്ക് കാണാം. മിഡിൽ ചേമ്പറിനും ലോവർ ചേമ്പറിനും ഇടയ്ക്കുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു മെംബ്രെയിന് പറയുന്ന പേരാണ് ബേസിലാർ മെംബ്രെയിൻ. ബേസിലാർ മെംബ്രെയിൻ എന്ന് പറയും. ഈ ബേസിലാർ മെംബ്രെയിനിലാണ് സെൻസറി ഹെയർ സെൽസ് ഉള്ളത്. നമ്മൾ ഓഡിറ്ററി റിസപ്റ്റേഴ്സ്, ഈ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള സെൻസറി ഹെയർ സെൽസ് ഉള്ളത് എവിടെയാണ്? മിഡിൽ ചേമ്പറിനും ലോവർ ചേമ്പറിനും ഇടയ്ക്കുള്ള ബേസിലാർ മെംബ്രെയിനിലാണ്. അപ്പൊ ഈ ബേസിലാർ മെംബ്രെയിൻ എലോങ് വിത്ത് ദ റിസപ്റ്റേഴ്സ്, ഓഡിറ്ററി റിസപ്റ്റേഴ്സിന് പറയുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയും. വേറൊരു ചിത്രം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഇന്റേണൽ ഇയറിനെ കുറിച്ച് പറയുമ്പോൾ, ദ ഇന്റേണൽ ഇയർ ഈസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് എ ബോണി കേസ് ഇൻ ദ സ്കൾ കോൾഡ് ദ ബോണി ലേബ്രിന്ത്. ഇൻ ദിസ് ബോണി കേസ് there are membranous labyrinths as well. The space inside the membranous labyrinth is filled with a fluid called endolymph. The space between the membranous labyrinth and the bony labyrinth is filled with a fluid called perilymph. Semicircular canals, vestibule and cochlea are the main parts of the internal ear. ടീച്ചർ ഈ നോട്ട് തരുന്നത് നിങ്ങൾ ഇത് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാനാണ്. ഓക്കെ. Semicircular canals and vestibule helps in balancing the body, whereas cochlea helps in
ഹിയറിംഗ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് നോക്കിക്കേ, നമ്മുടെ ഇയറിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തേത് നമ്മുടെ ഇയറിന്റെ എക്സ്റ്റേണൽ ഇയറും മിഡിൽ ഇയറും ഇന്റേണൽ ഇയറും കൂടി ചേർന്നൊരു സ്ട്രക്ചർ ഉണ്ട്. ഇത് കോക്ലിയയുടെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതാണ് അപ്പർ ചേംബർ, മിഡിൽ ചേംബർ ആൻഡ് ലോവർ ചേംബർ. മിഡിൽ ചേംബറിനും ലോവർ ചേംബറിനും ഇടയ്ക്കുള്ളതാണ് ബേസിലാർ മെമ്പറൈൻ. അതിൽ കാണുന്ന സെൻസറി ഹെയർ സെൽസ്, അതാണ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. ഇതിന് മൊത്തം ഈ ഓഡിറ്ററി റിസപ്റ്റേഴ്സ്, ഈ ഹെയർ സെൽസിനും ബേസിലാർ മെമ്പറൈനും കൂടെ പറയുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടെ. ഈ സെൻസറി ഹെയർ സെൽസ് ഈ റീജിയൻ ആണ് ഇവിടെ എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതിന്റെ പാർട്സ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഇതാണ് സെൻസറി ഹെയർ സെൽസ്, ഇതാണ് ബേസിലാർ മെമ്പറൈൻ. ഇതിന് പറയുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടെ. അപ്പർ ചേംബർ, മിഡിൽ ചേംബർ, ലോവർ ചേംബർ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ അപ്പർ ചേംബറിലും ലോവർ ചേംബറിലും ഇത് രണ്ടും കണക്റ്റഡ് ആണ്. അപ്പർ ചേംബറും ലോവർ ചേംബറും കണക്റ്റഡ് ആണ്. ഇതിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ് പെരിലിംഫ്. അപ്പർ ചേംബറിലും ലോവർ ചേംബറിലും കാണുന്ന ഫ്ലൂയിഡ് ആണ് പെരിലിംഫ്. ഇനി ഈ മിഡിൽ ചേംബറിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ് എൻഡോലിംഫ്. ഇപ്പൊ രണ്ട് ഫ്ലൂയിഡ് നമ്മൾ പറഞ്ഞു, പെരിലിംഫ് ആൻഡ് എൻഡോലിംഫ്. പെരിലിംഫ് എവിടെയൊക്കെ കാണും? ബോഡി ലേബ്രിന്തിനും മെമ്പറേനിയസ് ലേബ്രിന്തിനും ഇടയ്ക്ക് പെരിലിംഫ് ഉണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞ എന്താണ്? കോക്ലിയയിലെ അപ്പർ ചേംബറിലും ലോവർ ചേംബറിലും ഫിൽ ചെയ്തിരിക്കുന്നത് പെരിലിംഫ് ആണ്. ഇനി മെമ്പറേനിയസ് ലേബ്രിന്തിനുള്ളിൽ കാണുന്നത് എൻഡോലിംഫ് ആണ്. ഇവിടെ കോക്ലിയ മിഡിൽ ചേംബർ, അതിന് കോക്ലിയർ ഡക്ട് എന്ന് പറയും, ആ മിഡിൽ ചേംബറിൽ ഫിൽ ചെയ്തിരിക്കുന്നത് എൻഡോലിംഫ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? യെസ്. ഹൗ ഈസ് ഹിയറിംഗ് പോസിബിൾ? അപ്പൊ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാം, എങ്ങനെയായിരിക്കും ഈ ഹിയറിംഗ് സാധ്യമാകുന്നത്? അപ്പോ ഇതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ടീച്ചർ ഒന്ന് പറയാം. നമ്മൾ സൗണ്ട് കേൾക്കുന്നു, സൗണ്ട് വൈബ്രേഷൻസ്, അത് നമ്മുടെ ഇയർ പിന്നെ കളക്ട് ചെയ്ത് ഓഡിറ്ററി കനാല് വഴി ടിംപാനം വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ സൗണ്ട് വേഴ്സിനെ ആംപ്ലിഫൈ ചെയ്ത് ഇയർ ഓസിക്കിൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. എവിടെ? ഇന്റേണൽ ഇയറിലേക്ക്. അവിടെ ഇന്റേണൽ ഇയറിലെ ഓവൽ വിൻഡോയിൽ വന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ വൈബ്രേഷൻസ് കോക്ലിയയിലുള്ള പെരിലിംഫിലൂടെ പാസ് ചെയ്യുന്നു, ഫ്ലൂയിഡിലൂടെ പാസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വൈബ്രേഷൻസ് എൻഡോലിംഫ് മിഡിൽ ചേംബറിലും ഈ വൈബ്രേഷൻസ് വരുന്നു. മിഡിൽ ചേംബറിലുള്ള സെൻസറി ഹെയർ സെൽസ് അത് സ്റ്റിമുലേറ്റഡ് ആവുന്നു. ഈ വൈബ്രേഷൻസ് സെൻസറി ഹെയർസ് ഓഡിറ്ററി റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. അത് ഓഡിറ്ററി നെർവ് വഴി ബ്രെയിനിൽ എത്തുന്നു. ഇങ്ങനെയാണ് ബ്രെയിൻ നമ്മളെ കേൾക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സൗണ്ട് വേവ്സ് which passes through the external ear vibrate the tympanum. Passes through the external ear vibrates the tympanum. This vibration of the tympanum is transmitted to the ear ossicles, which cause vibration of the membrane in the oval window. This vibration further causes the movement of fluid inside the cochlea. Fluid inside the cochlea. അപ്പോൾ പെരിലിംഫും എൻഡോലിംഫും അതിനകത്ത് വരും. As a result, the sensory hair cells of the organ of corte, ആ sensory hair cells ആണ് auditory receptors എന്ന് പറയുന്നത്, of the cochlea are stimulated and impulses are generated. These impulses reach the cerebrum through the auditory nerve and hearing is affected. Clear ആണല്ലോ? Okay, there is a flow chart showing the sense of hearing. ഇവിടെ sound waves ഉണ്ട്. Sound waves പിന്നയിലൂടെ വന്ന് ഓഡിറ്ററി കനാൽ, ടിംപാനം വൈബ്രേറ്റ് ചെയ്യുന്നു. ഇയറോസിക്കിൾസ് വഴി ഓവൽ വിൻഡോയിൽ എത്തുന്നു. ഓവൽ വിൻഡോയിൽ കോക്ലിയ, അടുത്തത് കോക്ലിയാണ്. കോക്ലിയയിലുള്ള സെൻസറി ഹെയർ സെൽസ് impulse are transmitted through the auditory nerve to cerebrum or brain, and a sense of hearing is affected. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നോക്കിക്കേ, ഇന്നർ ഇയറിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ് ബോഡി ബാലൻസിങ്. ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്ന ഇന്റേണൽ ഇയറിന്റെ പാർട്ട് ഏതാണ്? വെസ്റ്റിബ്യൂൾ ആൻഡ് സെമി സർക്കുലർ കനാൽസ്.
അപ്പൊ ഇതാണ് കോക്ലിയ, സെമി സർക്കുലർ കനാൽസ്, ഇതാണ് വെസ്റ്റിബ്യൂൾ, ഇതാണ് ദിസ് റീജിയൻ ഈസ് ദ വെസ്റ്റിബ്യൂൾ. അപ്പൊ ഈ സെമി സർക്കുലർ കനാൽസിനുള്ളിൽ, വെസ്റ്റിബ്യൂളിനും സെമി സർക്കുലർ കനാൽസിനുള്ളിലും നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡ് ആണ് എൻഡോലിംഫ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഈ റീജിയൻ ആണ് നമ്മുടെ ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്നത്. അതെങ്ങനെയായിരിക്കും സഹായിക്കുന്നത്? ഇത് കണ്ടോ, ഈ സെമി സർക്കുലർ കനാൽസിന്റെ ബേസിൽ സെൻസറി ഹെയർ സെൽസ് ഉണ്ട്, സെമി സർക്കുലർ. അപ്പോ നമ്മുടെ ഹെഡിന്റെ മൂവ്മെന്റ്, the movement of the head causes movement of the fluid inside the semicircular canals and vestibule. As a result, the sensory hair cells are stimulated, impulses are generated, and these impulses are carried by the vestibular nerve to cerebellum, vestibular nerve to the cerebellum, and thus the balancing of the body is maintained. Here and the body balancing. Body balance is maintained in accordance with the movement of the head. But നമ്മുടെ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ കിടന്നിട്ടൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി, ആ ഫ്ലൂയിഡ് നമ്മുടെ ബോഡിയുടെ ബാലൻസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ ആ ഉള്ളിലുള്ള ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നു, അത് സെൻസറി ഹെയർ സെൽസ് അത് സ്റ്റിമുലേറ്റഡ് ആകും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യുന്നത്. Body balance is maintained in accordance with the movement of the head. Movements of the head bring about the movement of the endolymph present inside the vestibule and the semicircular canals. This causes movement of the sensory hair cells and generate impulses. These impulses are transmitted by the vestibular nerves to the cerebellum, and the equilibrium of the body is maintained. Okay, children. Apo, can you write a flow chart related to the balancing of the body? Okay, try. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇയറിന്റെ സ്ട്രക്ചർ പഠിച്ചു, 2 ഫംഗ്ഷൻ, ഹിയറിംഗ് ആൻഡ് ബാലൻസിങ് 2 ഫംഗ്ഷൻ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.